അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വേൾഡായിട്ടാണ്. അപ്പോൾ ഹാർഡ് കോർ വേൾഡാണ്. നമുക്ക് സീഡ് 452 കൊടുക്കാം ഗൈസ്. 452. ഓക്കെ, നമ്മുടെ കേരള വിഷൻ ചാനലിൽ സോണിയയുടെ നമ്പറാണ് ഗൈസ്. വെരി ഫണ്ണി ഗൈസ്, വെരി ഫണ്ണി. ഷോ കോർഡിനേറ്റ്സ് ആ 2 സംഭവങ്ങൾ ഇടാം ഗൈസ്. നമുക്ക് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെ വന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വെയിറ്റ് കറോ ഗൈസ്. അപ്പോൾ പാർട്ട് 1 ആണ്, പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ നല്ല വേൾഡാണോ ചീത്ത വേൾഡാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആഹാ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് ഗൈസ്. എന്തായാലും നല്ല സീഡാണ് ഗൈസ്, ഭയങ്കര നല്ല സീഡ്. എല്ലാവരും ട്രൈ ചെയ്തു. ഈ സാധനമാണ് ഗൈസ് നമ്മുടെ ഇവൻ്റെ പട്ടീനെ വന്ന സാധനമാണ് ഗൈസ്. ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വുഡ് പറക്കലാണ്. അപ്പോൾ നമ്മൾ വുഡ് പറിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കിഷ്ടമല്ല ഗൈസ്, ഈ ബയോം എനിക്കിഷ്ടമല്ല ഗൈസ്. അവിടെ മുകളിൽ മാൻഗ്രൂവിൻ്റെ ബയോം. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്കൊരു ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവാളെ വഴി നോക്കാം. അതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ അക്കേഷ്യ മരം മുറിക്കാൻ കുറച്ച് പാട് വിടുന്നതാണ് തോന്നുന്നത്. കണ്ടില്ലേ ഗൈസ്, ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് എന്നെ സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ ഗൈസ്, ഞാൻ പോയി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ ആയാൽ നമുക്ക് പിന്നെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ പറിച്ചിട്ട് പോവാം. എന്തായാലും എനിക്ക് ഈ ഭയം ഇഷ്ടപ്പെട്ടില്ല, അത് കാരണം ഞാൻ ഇവിടെ വീട് വയ്ക്കില്ല. ഞാൻ മിക്കവാറും ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ അല്ല ബയോമും തേടിപ്പോകും. എവിടെ ബോട്ട് കാണാനില്ല. ഇനി അതിന് വെള്ളത്തിലിറങ്ങണം. റെസിപ്പി അൺലോക്ക് ആണെങ്കിൽ വെള്ളത്തിലിറങ്ങണ്ടേ ബോട്ട് റെസിപ്പി. എന്ത് പൊട്ടത്തരൊക്കെ കേസ് ഞാൻ ചെയ്യണേ, എന്ത് മണ്ടത്തരത്തിൻ്റെ കൂടാരമാണ് കേസ്. എന്നെ ഫോളോ ചെയ്യുന്നവർ എല്ലാവരും ശ്രദ്ധിച്ചോ, മണ്ടത്തരത്തിൻ്റെ കൂടാരമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലവർക്ക് ചിരിയൊക്കെ വരുന്നു. എന്ത് ചെയ്യാൻ, നമ്മൾ ന്യൂബുകളാണ്. അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം നമുക്ക്. അതെന്താ ഗൈസ്, അത് അങ്ങനെ നോക്ക് അങ്ങോട്ട് നോക്ക്. കണ്ട അവിടെ വെള്ളച്ചാട്ടം. ഇതേപ്പോൾ ഞാൻ കാണിച്ചു ടീച്ചറേ കണ്ട ഗൈസ്, ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് ഡൈനോസറായിട്ട് തോന്നുന്നുണ്ടല്ലേ ഗൈസ്, അവിടുത്തെ അക്കേഷ്യ കണ്ടിട്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. അതിൻ്റെ അടുത്ത് എത്തും തോറും അത് നിങ്ങൾക്ക് ഡൈനോസറായിട്ട് തോന്നൽ മാറിപ്പോകും ഗൈസ്. നല്ല ഭയം. അങ്ങോട്ട് പോകാം. എനിക്കിഷ്ടമായി ഗൈസ്, എനിക്കിങ്ങനെ കാട് പ്രദേശങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. സ്ഥലത്ത് ഇറങ്ങിക്കോ, ഓടിക്കോ, ഇറങ്ങി ഓടിക്കോ. ബോട്ടൊന്നും വേണ്ടപ്പോൾ, അല്ലെങ്കിൽ വേണ്ട ബോട്ട് നമുക്ക് പറിച്ചെടുത്തിട്ട് പോകുന്നു. ഇനി കുറച്ച് നേരം ഇത് തല്ലിപ്പൊളിച്ചിരിക്കണം ഗൈസ്. ഭയങ്കര കഷ്ടപ്പാടേ. ഒരു ആക്സൊന്നും ഇല്ല കയ്യിൽ, അത് കാരണം കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും എന്ത് ഗെയിമിൻ്റെ ശബ്ദമൊന്നും കേൾക്കാണ്ടാവില്ല നിങ്ങൾക്ക്. ഞാൻ വേറെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കുറച്ച് എഡിറ്റും കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. ആഹാ ഗൈസ്, നമുക്ക് നമ്മളെ വരവേക്കാൻ വേണ്ടി കുളം വരെ അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുത്തെ മരത്തിൻ്റെ മൂടിയൊക്കെ നോക്കി ആ മരം അങ്ങോട്ട് പൊളിച്ചെടുക്കണം. നമ്മളങ്ങനെയാണല്ലോ ഗൈസ്, മരത്തിൻ്റെ മൂടിയൊക്കെ കണ്ട് നിന്ന് മരം അങ്ങോട്ട് മുറിച്ച് ഒരു പിക്കാക്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓടാൻ ഗൈസ് നമുക്ക്. ഗൈസ് ചവറ് കയറി ഗൈസ്, എനിക്കിഷ്ടമില്ലാത്ത കാര്യം. ഇത് സാൻഡിലും വെക്കാൻ പറ്റൂടെ? ഞാൻ അത് ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടോ. എനിക്കറിയണ്ടായിരുന്നില്ല സാൻഡിൽ വെക്കാൻ പറ്റുന്നു. മറ്റേ ഫയർഫ്ലൈയുടെ സാധനം ഉണ്ട് ഗൈസ്, അതുപോലത്തെ ഒരു സാധനം കണ്ടു ഞാൻ. ഒരു പിക്കാക്സ് കുയി. ഇനി നമുക്ക് സ്റ്റോണേജ് ആവണം. സംഭവം ഹാർഡ് കോർ വേൾഡാണ് ഗൈസ്. രാവിലെ മുഴുവൻ അധ്വാനിച്ചാൽ രാത്രി ചിലപ്പോൾ മോബ്സിൻ്റെ ശല്യം കാരണം നമ്മൾ ചപ്പും വരാം. പാർട്ട് 1 എപ്പിസോഡിൽ തന്നെ നമ്മുടെ ചാവുന്നത് ശരിയല്ലല്ലോ ഗൈസ്. നമ്മുടെ സീസൺ പെട്ടെന്ന് എൻ്റെ ആയിപ്പോകും ഗൈസ്. അത് കാരണം കുറച്ച് വൈഡാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും, ചാവാതിരിക്കുക. അതാണ് എനിക്ക്. അപ്പോൾ പ്രത്യേകിച്ച് ഗോളൊന്നും ഇടാണ്ട് നമുക്ക് കളിച്ച് നോക്കാം ഗൈസ്. പറ്റുമെങ്കിൽ നമുക്ക് അയൺ കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, ആൻഡസൈറ്റാണ് നമ്മൾ പറയുന്നത്. സ്റ്റോണേജ് ആവാനാണ് നമ്മൾ നോക്കണം. സ്റ്റോൺ ടൂൾസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വേട്ടയ്ക്ക് ഇറങ്ങാം ഗൈസ്. ആദ്യത്തെ നമ്മുടെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഷീപ്പിനെ കണ്ടുപിടിക്കുക, അതുപോലെ ഫുഡ് ഒപ്പിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗോള്. ഈ പിക്കാക്സ് പൊട്ടണ വരെ നമുക്കിവിടെ കിടന്ന് അടിച്ചു പൊളിക്കാം ഗൈസ്. ചില്ല് ചെയ്ത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ പ്രദേശം മിക്കവാറും ഞാൻ എൻ്റെ വീടാക്കി എടുത്താൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ഗൈസ് 23-24 ആയിട്ടുള്ള നമുക്ക് കുറച്ച് നേരം കൂടി കുഴിക്കാം. നമുക്ക് ഫർണൻസ് സ്റ്റോൺ ടൂൾസൊക്കെ വേണം.
സ്റ്റോൺ കൊണ്ടൊക്കെ ആർമർ ഇടാക്കാൻ പറ്റിയെങ്കിൽ എത്ര നന്നായിനല്ലേ ഗൈസ്. സൈഡിലെ ശബ്ദമൊക്കെ ഉണ്ടാവും, നിങ്ങൾ ആരും ഒന്നും ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തത് എന്ത് മോഡാണ് വേണ്ടത്? മോഡ് പാക്ക് നമുക്ക് കൊണ്ടുവരാം. ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമ്മളങ്ങോട്ട് പറഞ്ഞ് തരുന്നേ ഗൈസ്. മോഡൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ഏത് മോഡാണ് വേണ്ടത് നിങ്ങൾ പറയാം. സ്കാരി ഫർണിച്ചർ എന്ന് പറഞ്ഞതായിരുന്നു നമ്മൾ അന്നാള് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ കിടന്ന് കുഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്കവാറും രാത്രിയാവണ വരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കുഴിക്കും. അതുകൊണ്ട് മോൺസ്റ്ററിൻ്റെ അടിയിട്ട് നമ്മൾ എപ്പിസോഡ് പാർട്ട് 1 തന്നെ നമ്മൾ തട്ടിപ്പോകും കേസ്. അത് കാരണം നമുക്ക് വേഗം ഓടിപ്പോവാം. ഇപ്പോഴും 2-3 ബ്ലോക്ക് ബാക്കി, ഞാളെ വെച്ചിട്ട് പോവാം. സ്റ്റോൺ സോഡ്, സ്റ്റോൺ ആക്സ്, സ്റ്റിക്ക്, പിക്കാക്സ് ഉണ്ടാക്കിയില്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ പിടിക്കില്ലേ, പിക്കാക്സ് ഉണ്ടാക്കിയില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ പെട്ടിയും കടക്കൊക്കെ എടുത്തിട്ട് പോകാം ഗൈസ്. ചവറൊക്കെ അത് നമ്മൾ എടുത്ത് കളയണം, ഇൻവെൻറ്ററി ഒന്ന് സോർട്ടപ്പ് ചെയ്യാം. ഈ ചവർ എത്ര കളഞ്ഞാലും കയറുന്നത് കൂടിയാണ് ഗൈസ്. പിന്നെയും കയറി വന്നേക്കണേ. നമുക്ക് ഇതൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്തൊക്കെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ അടപ്പിയിട്ട് പോവാണ് ഗൈസ്. നമ്മൾ അടിച്ച് മാറ്റി പോവാണ് ഗൈസ്. അടച്ച് പെട്ടിയിലേക്ക് പോവാണ് ഗൈസ്. പെട്ടിയും കിടക്കിട്ട് ഓടിക്കോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അങ്ങോട്ട് വെച്ച് പിടിക്കാം ഗൈസ്. വെച്ച് കുളിക്കാനുള്ള കുളക്കടവ് അവിടെ അക്കേഷ്യ ഭയം ഗൈസ്. സവാന എന്നാണ് പറയുന്നത്. സത്യം പറയല്ല, എൻ്റെ കളിയൊന്നും നോക്കണ്ട നിങ്ങൾ. ഞാനൊരു ന്യൂബ് പ്ലെയറാണ് ഗൈസ്. ന്യൂബ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ന്യൂബ് പ്ലെയർ കണ്ടില്ലേ ഗൈസ്. ഒരു മല കയറാൻ വേണ്ടി പാടുപെടുന്ന ഒരു ന്യൂബിനെയാണ് നിങ്ങൾ കാണുന്നത്. എവിടെ പോയാലും കുരുക്കുകളാണ് ഗൈസ്. എന്ത് ചെയ്യാൻ. നമുക്ക് ഫുഡായി ഗൈസ്. ചിക്കൻ ഗൈസ്, ചിക്കൻ ലവ ചിക്കൻ ഗൈസ്. ആ സംഭവം ലവാ ചിക്കൻ. അവിടെ നിൽക്ക് സ്റ്റീവ്സ് ലവാ ചിക്കൻ. ഒന്ന് നിൽക്കണം ചിക്കൻ. ചിക്കന് പെന്നെയും കൊണ്ട് വെള്ളത്തിൽ ചാടി ഗൈസ്. ചിക്കൻ്റെ ബുദ്ധി ഭാരം തന്നെ. രാത്രി തുടങ്ങി സോഡോണ്ട് ഇടയിട്ട് പൊട്ടിക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും ഗൈസ്. ഒരു ചിക്കനെ കിട്ടിയുള്ളൂ ഗൈസ്. എന്ത് ചെയ്യാൻ, ഒരു ചിക്കൻ മാത്രം. ആരോ എനിക്ക് വേണ്ടി അവിടെ കൊന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പട്ടി ഏത് അടുപ്പിലാണോ തോന്നിക്കണം. അവിടെ ഒരു കോഴിവുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് മരം കയറി മൗഗ്ലിയുടെ പോലെ ചാടിപ്പോകാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് പശുവിനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, റിസ്ക് എടുക്കണ്ട. ഹാർഡ് കോറാണ്. എനിക്ക് ഇപ്പം തന്നെ അവസാനിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല. നമുക്കിനി നമ്മുടെ ആടിനെ തപ്പിയുള്ള യാത്ര. ഇങ്ങനത്തെ ബയോമുകളിൽ ആട് നന്നായി സ്പോണാവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അവിടെ 2 പശുക്കൾ നിൽക്കുന്നു. ഒരു പശുവിനെ നമ്മൾ വെട്ടി അച്ചാറാക്കിയിട്ടുണ്ട് ഗൈസ്. അച്ചാറിന് ടച്ചിങ്സ് ആയി നമുക്ക് മറ്റേ ഡ്രൈഡ് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. മറ്റേ സാധനം ഗൈസ്, ഇല. ഇവിടെ ഒരു പശുവിനെ കൂടി ഞാൻ കണ്ടതാണല്ലോ, എന്നിട്ട് കാണാനും കൂടി ഇല്ല. എന്താത്? എടാ എവിടെ പശു? കാണാനില്ല പശുവിനെ. അലേർട്ട്, പശുവിനെ കാണാനില്ല. കള്ളം കൊണ്ടുപോയി, പശുവിനെ കള്ളം കൊണ്ടുപോയി. നമ്മുടെ ജംഗിൾ ഭയം വന്നിട്ടില്ല. മോബ്സിൻ്റെ ഒരു കൂമ്പാരമാണത്. ഞാനൊരു ന്യൂബ് തന്നെ. അത്യാവശ്യം വലിയ കേവാന്ന് തോന്നുന്നു. ഞാൻ പോകുന്നില്ല എക്സ്പ്ലോർ ചെയ്യാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭയം ഇതാണ്. പക്ഷേ അറിഞ്ഞൂടാ, എനിക്കറിയില്ല. നോക്കിയില്ല ഞാൻ, എനിക്ക് നോക്കാൻ വയ്യ. തെണ്ടി തിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ തെണ്ടി തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തും. ഏതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകണം. ഹായ് പന്നി. പോർക്ക് ചോപ്പ് ഈസ് ബെറ്റർ. സോറി ടെക്നോബ്ലേഡ്. ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് മത്തങ്ങ പറിക്കാം ഗൈസ്. മത്തങ്ങ അത്യാവശ്യത്തിനുള്ള നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടി നമുക്ക് മത്തങ്ങ പറിക്കാം. അതാകുമ്പോൾ പിന്നെ ഗൈസ് ഒരു വിധത്തിൽ നമുക്ക് മത്തങ്ങ തിന്ന് കുറച്ച് വിശപ്പടക്കാം ഗൈസ്. ഇപ്പം തന്നെ ചിക്കൻ എന്നാണ് ചതിച്ചു ഗൈസ്. നമ്മളെ 2 പേരിങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടേ നമ്മളെ വെള്ളത്തിൽ ചടിച്ചു കൊണ്ടുപോയിട്ട് വൈനുണ്ടോ അതിൽ പിടിച്ച് പറഞ്ഞു. എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വയ്യ. അതെന്താ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഫയർ ഫ്ലൈയുടെ സാധനം. അന്ന് നമ്മൾ നോക്കാൻ പോകില്ലേ അതൊക്കെ ന്യൂബുകൾ. പശു യു ഡൈഡ്. പശു ചത്ത്.
പശി ചത്ത് ഗൈസ്. വാട്ടർമെലന്റെ കൂമ്പാരം ഗൈസ്. അയ്യോ ഗൈസ് ഇരുട്ടായി തുടങ്ങി. ഡോണ്ട് കെയർ നെവർ കെയർ. ഡോണ്ട് കെയർ ആൻഡ് നെവർ കെയർ. വാട്ട് ആർ യു സേയിങ്? തല്ലിപ്പൊളി അയ്യോ ഗൈസ് രാത്രി തല്ലിപ്പൊളി ഗെയിമർ ബസ്. നമുക്ക് വേഗം എവിടെന്നെങ്കിലും സ്ഥലം വിടണം ഗൈസ്. ഈ ഭയം അത്ര നല്ലതല്ല. നമുക്ക് മീനുകുട്ടി സുധിയണ്ണന്റെ മീനുക്കുട്ടി പറന്നളിക്കുന്ന കേസ് അവിടെ സൈഡില്. അപ്പൊ ഞാൻ മറ്റേ മോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും മോഡിട്ട് ഞങ്ങൾ കളിക്കുന്നതായിരിക്കും. നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ റെഡി ആക്കി. നീ ഉണ്ടായിരുന്നില്ല. ഗൈസ് നേരെ ഇരുട്ടി. നമ്മൾ മൂഞ്ചൽ ഗാങ്സ് ആണ് ഗൈസ്. നമ്മള് മൂഞ്ചൽ ഗാങ്സ്. മൂഞ്ചൽ ഗാങ്സ്. വീടിന്റെ അടുത്തൊരു ഗാങ്സ് ഉണ്ട്. ഗൈസ് നമ്മള് മൂഞ്ചിട്ടുണ്ട്. മൂഞ്ചൽ ഗാങ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പുറത്തെ പറമ്പിലേക്ക് പോവാം ഗൈസ്. ഇപ്പുറത്തെ പറമ്പിൽ മോപ്സ് കുറവായിരിക്കും. എടാ അക്ലീഷൊക്കെ നിക്കണുണ്ടോ? വളഞ്ഞു പോകുന്നു. ഗൈസ് പശു. പക്ഷെ അവിടെ സ്കെൽറ്റൺ വന്നു ഗൈസ്. ഗ്രാൻഡ് പേ ആണോ ബെറ്റർ സ്കെൽ? അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.